കോൺഗ്രസ് പ്രതിനിധി സംഷാദ് മരക്കാറിലേക്കാണ്. സംഷാദ്, ഇപ്പോൾ വയനാട്ടിൽ ക്യാമ്പുകളിൽ ആളുകൾ പറയുന്ന കാര്യം അവർക്ക് എത്രയും പെട്ടെന്ന് താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറണമെന്നുള്ളതാണ്. അതിൽ എടുക്കുന്ന കാലതാമസം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മന്ത്രി ഇന്ന് വിശദീകരിക്കുന്നുണ്ട്. മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചപ്പോൾ നിങ്ങളും കേട്ടല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്? ക്യാമ്പുകളിൽ നിന്നും ആളുകളെ വളരെ വേഗത്തിൽ ഒരു വാടക വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് രണ്ട് തരത്തിലാണ്. എനിക്കൊന്ന് ആദ്യത്തെ ഇവിടുത്തെ ഒരു ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരു വാക്കാണ് അവരുടെ ഒരു പ്രൈവസിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂമാണ് നമ്മളിപ്പോൾ ഒരു ക്യാമ്പായി കൊടുത്തിരിക്കുന്നത്. അതിലൊന്നും രണ്ടും മൂന്നും ഫാമിലികൾ ഉള്ളതുണ്ട്, കൂടുതൽ ആളുകളുള്ളതും. അപ്പോൾ പല ഫാമിലിയിൽപ്പെട്ട പോലെ പലർ കാണാൻ വരും. അവിടെ ഒരു വല്ലാത്തൊരു പ്രശ്നം അവർക്കുണ്ട്. പക്ഷേ നമ്മളൊരു 14 ദിവസമായി ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നു. അപ്പോൾ കുറച്ച് സമയം എടുക്കാം, അതിൽ തർക്കമില്ല. പക്ഷേ ആ വാടക വീട്ടിലേക്ക് മാറുന്നതിൻ്റെ വേഗത നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഉചിതമായ വാടക വീടുകൾ കണ്ടെത്തും. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സർക്കാർ കെട്ടിടങ്ങൾ, സൗജന്യമായി ആളുകൾ നൽകാവുന്ന കെട്ടിടങ്ങൾ, നമ്മൾ വാടക നൽകേണ്ട കെട്ടിടങ്ങൾ. പക്ഷേ നമ്മളിപ്പോഴും ഒരു കാര്യത്തിൽ ഒരു വാടക എത്രയാണ് സർക്കാർ കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ഈ ക്യാമ്പിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ അവരുടെ വ്യക്തിബന്ധം ഉപയോഗിച്ച് വാടകയ്ക്ക് വീടുകൾ കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ പുത്തുമലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അത് കണ്ടെത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എത്ര വാടക സർക്കാരിൽ നിന്നും ലഭിക്കും എന്നുള്ളൊരു ഉത്തരവ് നമുക്കിതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തി ഇത്രയും തുക നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ തുകയ്ക്കനുസരിച്ചുള്ളൊരു വാടക വീട് അവരും സ്വമേധയാ കണ്ടെത്തും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ ക്യാമ്പിൽ നിന്ന് വരെ മാറ്റാൻ പറ്റൂ. അതിനോടൊപ്പം ആ വീടുകളിലേക്ക് വേണ്ട മുഴുവൻ ഉപകരണങ്ങൾ അത് സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ക്യാമ്പിലേക്ക് നിന്നും വീടുകളിലേക്ക് മാറിയ ആളുകൾക്കൊക്കെ സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു മാസമായി നമ്മൾ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊണ്ട് മാത്രം അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അവിടെ സർക്കാരിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ വരണം. അതായത് കട്ടിൽ, കിടക്ക, അവരുടെ ആ ഒരു വീട് തുടങ്ങാനുള്ള ഗൃഹോപകരണങ്ങൾ മുഴുവൻ സർക്കാർ സംവിധാനത്തിൽ ഒരുക്കി നമ്മൾ കൊടുക്കണം. ഇനി അതിൻ്റെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകണം. പിന്നെ നമ്മളെ ക്യാമ്പിലുള്ള നമ്മളുടെ ആളുകളൊക്കെ പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ താല്പര്യം മേപ്പാടിയോടടുത്ത് വാടക വീടുകൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ പുത്തുമലയുമായി ബന്ധപ്പെട്ട് 54 ആളുകൾക്ക് വേണ്ടി വാടക വീട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലും നമുക്കത് പൂർണ്ണമായും മേപ്പാടിയിൽ കിട്ടിയില്ല. നമ്മൾ മൂപ്പൈനാട് അടക്കം എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു മേഖല മൂപ്പൈനാട്, മേപ്പാടി, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, വൈത്തിരി പഞ്ചായത്ത്, മുട്ടിൽ പഞ്ചായത്ത്, അമ്പലവയൽ, ഇതാണ് അവരുടെ ഒരു സർക്യൂട്ട്. അതിനകത്താണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് നല്ലതാണ്, അവർക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള മേഖല. അപ്പോൾ അങ്ങനെ തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഈ ക്യാമ്പുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ 14 ക്യാമ്പുകൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 14 സ്കൂളുകളാണ്. മേപ്പാടി സ്കൂള്, സെൻറ്റ് ജോസഫ്സ്, ഇപ്പുറത്ത് ഡീപ്പോള്, അങ്ങനെയുള്ള SKMG കുറേ സ്കൂളുകളുണ്ട്. ആ സ്കൂളിലെ വിദ്യാഭ്യാസവും 14 ദിവസമായി ഇപ്പം നമ്മൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളും അവിടുത്തെ രക്ഷിതാക്കളും നമുക്കിപ്പോൾ ഫോൺ വിളിക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും അവിടെ ഞങ്ങളുടെ സ്കൂൾ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിനെ അതിജീവിക്കണമെങ്കിൽ ഈ ഒരു പദ്ധതി വേഗതയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സർക്കാർ ഒരു വാടക നിശ്ചയിക്കണം. ആ വാടക ഇവർക്ക് അറിയിച്ചാൽ ഇവരും സ്വമേധയാ വീടുകൾ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ സ്വന്തം നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു 4-5 ആളുകളെ അവർ കണ്ടെത്തി പോകുന്ന ആളുകളൊക്കെ നമുക്കും അറിയാം, അവരങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവരൊരു വാടക ലഭിക്കുമെന്നുള്ള. പക്ഷെ ഒരു കാര്യം, ഈ വാടക എത്രയാണെങ്കിലും ഒരു വർഷത്തെ വാടക സർക്കാർ അടയ്ക്കുക എന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം അത് ഭാഗികമായോ അല്ലെങ്കിൽ ഘട്ടമായോ ഗഡുക്കളാക്കിയോ ഉണ്ടായാലുള്ള പ്രശ്നം പുത്തുമലയിലേതുപോലെ പകുതി എത്തുമ്പോൾ ഈ സ്കീം നിലച്ചു പോവുകയും ഈ നമ്മൾ വാടകയ്ക്ക് പറഞ്ഞയച്ച ആളുകളും ആ വാടക ഉടമസ്ഥനും തമ്മിലുള്ള തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്ന സാധ്യത വരും. ഒരു വർഷത്തെ വാടക കൃത്യമായി അയച്ച് അതിനപ്പുറം ഇതിലൊരു പ്ലാനും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മേപ്പാടി ഗവൺമെൻറ് സ്കൂളിലേക്കാണ് ഇനി വെള്ളാർമല സ്കൂളിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും കുട്ടികളാണ് കൂടുതൽ മുണ്ടക്കൈ സ്കൂളിൽ LP മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ആളുകൾ. പ്ലസ് ടുക്കാർ കുറച്ച് പേര് പുറത്തുനിന്നുണ്ടാവും. ആ കുട്ടികൾക്ക് ഈ മേപ്പാടി പരിസരങ്ങളിൽ വീട് ലഭിക്കുകയാണെങ്കിൽ അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് മേപ്പാടിയിൽ എളുപ്പമാണ്. പക്ഷേ കുറച്ച് ദൂരത്താണ് അവർക്ക് വാടക വീട് ലഭിക്കുന്നതെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തെ കൂടി കൺസിഡർ ചെയ്യണം. ആ കുട്ടികൾക്കുള്ള വാഹന സൗകര്യം ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഒരുക്കണം. കുട്ടികൾക്കുള്ള വാഹന സൗകര്യം
ഒരു വർഷത്തെ വാടക, വീട്ടുപകരണങ്ങൾ എത്രയും വേഗതയിൽ ഇത് മുന്നോട്ട് പോവുകയും ചെയ്താലാണ് ക്യാമ്പുകൾ നമുക്ക് കട്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇവരെ നമുക്ക് സ്വതന്ത്രമായി ഇവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ തീരുമാനത്തിൽ എത്തുകയും വേണം. തീർച്ചയായും പ്രധാനപ്പെട്ട പ്രസക്തമായ ചില കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുമെന്ന് തന്നെ കരുതാം. സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? തീർച്ചയായും നമ്മളെല്ലാ മീറ്റിങ്ങിലും നമ്മൾ ഈ ആശയങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.